ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഫുഡി ബോട്ട്. ഇന്ന് നമുക്ക് ഒരു കേരള സ്റ്റൈൽ എഗ് റോസ്റ്റ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 മുട്ട പുഴുങ്ങാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മുട്ട നന്നായിട്ട് പുഴുങ്ങിയെടുക്കാം. മുട്ട പുഴുങ്ങിയെടുക്കുന്ന നേരം കൊണ്ട് നമുക്ക് മസാലയ്ക്കുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങാം. ചൂടായ ചീനച്ചട്ടിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാമേ. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി ഒന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1/2 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി ചതച്ച് ചേർത്ത് കൊടുക്കാം. ഒരു 7 അല്ലി വെളുത്തുള്ളി ചതച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി നമുക്ക് 2 പച്ചമുളക് സ്ലിറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു 4 വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ടുള്ള ചേർത്ത് കൊടുക്കുന്നു. 2 കറിവേപ്പില ചേർത്ത് സവോള പെട്ടെന്ന് വഴന്നു കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് 1 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം സവോള പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. സവോളയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരു 2 മിനിറ്റും കൂടെ നമുക്ക് ഇങ്ങനെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാമേ. ഇപ്പോൾ കണ്ടോ, നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ മസാലകളുടെയൊക്കെയും പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തക്കാളി ഒന്ന് സോഫ്റ്റായി കുക്കായി വരാൻ വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് ബോയിൽ ചെയ്ത് പുഴുങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തോടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം. ഇപ്പോൾ മുട്ടയൊക്കെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം. മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. ഇനി വരഞ്ഞു കൊടുത്ത മുട്ടകൾ നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി നമ്മുടെ മസാല നന്നായിട്ട് തക്കാളിയൊക്കെ വഴന്ന് സോഫ്റ്റ് ആയെന്നൊന്ന് നോക്കാം.
കണ്ടോ, നമ്മുടെ തക്കാളിയൊക്കെ വഴന്ന് ഗ്രേവിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഗ്രേവി ഒന്നാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കുന്നത്. അപ്പം ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ സവോള ഉപ്പ് ചേർത്താണ് വഴറ്റിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഉപ്പ് നോക്കാമേ. കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ട്, നമുക്കത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു 3-4 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒന്ന് നോക്കാം. ഇപ്പോൾ കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന മുട്ട റോസ്റ്റിൻ്റെ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് കുറച്ച് കെച്ചപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഈ മസാലയുടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ഉടഞ്ഞു പോകാതെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഞാൻ തുറന്നിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ എഗ് റോസ്റ്റ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയത്. നിങ്ങളും ഇനി വീട്ടിൽ എഗ് റോസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്.